Good morning. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരോടും ഒരു 3 times വായിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും വായിച്ചായിരുന്നോ? മിസ്സിന് വായിപ്പിച്ച് നോക്കുമ്പം അറിയാൻ പറ്റുമോ അത്? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 3 പേരെ കൊണ്ടാണ് വായിപ്പിച്ചത്. അതിന് ശേഷം ഉണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ all of you take your textbook. എബിൻ ബിജു സ്റ്റാർട്ട് ചെയ്തോ? എബിൻ ബിജു വായിച്ചോ. പാഠം 7. ശുചിത്രന്റെ വില. അക്ഷരകാലത്തെ രാജാവായിരുന്നു നളൻ. ആര്യവും സൗന്ദര്യവും പഠിപ്പും അറിവും വീര്യവും തികഞ്ഞൊരു പുരുഷൻ നളനെ പോലെ വേറെയായിരുന്നു. സുന്ദരിയും സുശീലയുമായ ദമയന്തി എന്ന രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു. നന്മ കൊണ്ട് ആ നാട്ടിൽ ദാരിദ്ര്യമോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ സുഖമായിരുന്ന കാലത്താണ് കലി എന്ന ദുഷ്ടദേവന് നളനോട് അസൂയ തോന്നിയത്. കലി അധർമ്മത്തെയും അനീതിയുടെയും നാഥനായിരുന്നു. അയാൾ നളന്റെ മേൽ പ്രവേശിക്കാൻ കാത്തു നടന്നു. പക്ഷെ നളൻ തന്റെ ശരീരം എല്ലായ്പ്പോഴും ശുചിയായി സൂക്ഷിച്ചതുകൊണ്ട് കലിക്ക് ഒരിക്കലും അത് സാധിച്ചില്ല. ഒരു ദിവസം സന്ധ്യാവനത്തിൽ നിന്നാൽ കഴിയ സമയം തിടുക്കത്തിൽ പുറംകാൽ തേച്ചു കഴുകാൻ മറന്നുപോയി. വൃത്തിയല്ല ആ കാൽ മടമ്പിലൂടെ ദുഷ്ടനായ കലി നളനെ ബാധിച്ചു. അതോടെ നളൻ സ്വഭാവം മാറി. ചൂത്തുകളിയിൽ രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടു. സ്നേഹമയായ ദമയന്തിയെ പോലും കാട്ടിൽ ഉപേക്ഷിച്ച് അയാൾ ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. ഒടുവിൽ കാർപ്പടൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് അദ്ദേഹം പോലും വിരൂപമായി. പിന്നെ വളരെ കാലം കഴിഞ്ഞാണ് കാലിബാധ അകന്നത്. അതോടെ ഭാര്യയെ തിരിച്ചു കിട്ടി. രാജ്യവും സ്വന്തമായി. ശുചിത്രത്തിൽ അല്പം വീഴ്ച വരുത്തിയതുകൊണ്ടാണ് നളന് ഇത്ര അധികം അനുഭവിക്കേണ്ടി വന്നത്. ശുചിത്രത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ മഹാന്മാർക്ക് പോലും അത് നളന്റെ കഥയിൽ നിന്ന് മനസ്സിലായില്ലേ? നമ്മളെല്ലാം ശുചിത്വം പാലിക്കേണ്ടവരാണ്. അഴുക്കിൽ തൊടാതെ നമ്മൾ ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുകളിലും പലവിധ പൊടിപടങ്ങളും അഴുക്കും നിറഞ്ഞതാണ്. എങ്കിലും മുറ്റത്തും തൊട്ടികളിലും റോഡിലും കളിസ്ഥലത്തും പെരുമാറാതിരിക്കാൻ നമുക്ക് പറ്റുമോ? റോഡിലുള്ള കൂനകളിലും ചെളി നിറഞ്ഞ ഇടവഴികളിലും എല്ലാം അനേകം സാംക്രമിക രോഗങ്ങളുടെ പതുങ്ങിയിട്ടുണ്ട്. വസൂരി, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ മഹാരോഗങ്ങൾ പകരുന്നത് ഇങ്ങനെയാണ്. അവ പകരാതിരിക്കാൻ നാം ഈ രോഗബീജങ്ങളെ അകറ്റി നിർത്തണം. ശരീരവും വസ്ത്രങ്ങളും വെടിപ്പായി പ്രധാനമായ കാര്യം. ശരീരവും ശുദ്ധമാവുമ്പോൾ മനസ്സും തോന്നും. ശരീരവും വെടിപ്പായിന്നാണ് കേട്ടോ. സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികൾ കേട്ടോ. സാംക്രമിക രോഗങ്ങൾ എന്നാണ്. ഇടക്ക് തെറ്റുന്നുണ്ട് മോൻ വായിക്കുന്നത്. ഓക്കെ, മിസ് പറയുന്നത് ക്ലിയർ ചെയ്ത് വായിക്കണം. സ്റ്റാർട്ട് ചെയ്തോ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. എബിൻ അൺമ്യൂട്ട് ചെയ്യും മോനെ. ശരീരവും വസ്ത്രങ്ങളും വെടുപ്പമായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശരീരവും ശുദ്ധമാകുമ്പോൾ മനസ്സും ശാന്തി തോന്നും. ശരീരവും മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കഴിയുന്നത്ര വൃത്തിയായി വെക്കാൻ ശീലിക്കണം. പരിസരവും വൃത്തിയായിരിക്കണം. മുറ്റവും പരിസ്ഥലത്തും തുപ്പരുത്. ചപ്പുചവറുകളിലും മാലിന്യങ്ങളും പ്രധാനമായി തീർത്ത കുഴികളിലോ തൊട്ടികളിലോ നിക്ഷേപിക്കണം. നാം നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശുചിയാക്കി വെക്കണം. അപ്പോൾ ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് ദേവാഞ്ജന. ഓക്കെ. പാഠം 7. ശുചിത്വത്തിന്റെ വില. നിഷധ രാജ്യത്തിലെ രാജാവായിരുന്നു നളൻ. ആരോഗ്യവും സൗന്ദര്യവും പഠിപ്പും അറിവും വീര്യവും തികഞ്ഞ ഒരു പുരുഷൻ നളനെ പോലെ വേറെ ഇല്ലായിരുന്നു. സുന്ദരിയും സുശീലയുമായ ദമയന്തി എന്ന രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു. നളന്റെ നന്മ കൊണ്ട് ആ നാട്ടിൽ ദാരിദ്ര്യമോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുഖമായിരിക്കുന്ന കാലത്താണ് കലി എന്ന ദുഷ്ടദേവന് നളനോട് അസൂയ തോന്നിയത്. കലി അധർമ്മത്തിന്റെയും അനീതിയുടെയും നാഥനായിരുന്നു. അയാൾ നളന്റെ മേൽ പ്രവേശിക്കാൻ കാത്തു നടന്നു. പക്ഷെ നളൻ തന്റെ ശരീരം എല്ലായ്പ്പോഴും ശുചിയായി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് കലിക്ക് ഒരിക്കലും അത് സാധിച്ചില്ല. ഒരു ദിവസം സന്ധ്യാവന്ദനത്തിന് കാൽ കഴുകിയ സമയം തിടുക്കത്തിൽ പുറം കാൽ തേച്ചു കഴുകാൻ മറന്നുപോയി. വൃത്തിയില്ലാത്ത ആ കാൽമടമ്പിലൂടെ ദുഷ്ടനായ കലി നളനെ ബാധിച്ചു. അതോടെ നളന്റെ സ്വഭാവം മാറി. ചൂതുകളിയിൽ രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടു. സ്നേഹമയിയായ ദമയന്തിയെ പോലും കാട്ടിലുപേക്ഷിച്ച് അയാൾ ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. ഒടുവിൽ കാർക്കൊടകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് ദേഹം പോലും വിരൂപമായി. പിന്നെ വളരെ കാലം കഴിഞ്ഞാണ് കലിബാധ അകന്നത്. അതോടെ ഭാര്യയെയും തിരിച്ചു കിട്ടി, രാജ്യവും സ്വന്തമാക്കി. ശുചിത്വത്തിൽ അല്പം വീഴ്ച വരുത്തിയത് കൊണ്ടാണ് നളന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ശുചിത്വത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ മഹാന്മാർക്ക് പോലും അകത്തു പിണയുമെന്ന് നളന്റെ കഥയിൽ നിന്നും മനസ്സിലായില്ലേ? നമ്മളെല്ലാം ശുചിത്വം പാലിക്കേണ്ടവരാണ്. എങ്ങനെ? അഴുക്കിൽ തൊടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുകൾ പലവിധ പൊടിപടലങ്ങളും അഴുക്കും നിറഞ്ഞതാണ്. എങ്കിലും മുറ്റത്തും തൊടിയിലും റോഡിലും കളിസ്ഥലത്തുമെല്ലാം പെരുമാറാതിരിക്കാൻ നമുക്ക് പറ്റുമോ? റോഡിലരികിലുള്ള കാനകളിലും കൂനകളിലും നിറഞ്ഞ ഇടമെല്ലാം അനേകം സാംക്രമിക രോഗങ്ങളുടെ അണുക്കൾ പതിയിരിപ്പുണ്ട്. ടൈഫോയിഡ്, വസൂരി, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ മഹാരോഗങ്ങൾ പകരുന്നത് ഇങ്ങനെയാണ്. അവ പകരാതിരിക്കാൻ നാം ഈ രോഗബീജങ്ങളെ അകറ്റി നിർത്തണം. ശരീരവും വസ്ത്രങ്ങളും വെടുപ്പായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശരീരം ശുദ്ധമാകുമ്പോൾ മനസ്സിനും ശുദ്ധി തോന്നും. ശരീരം മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കഴിയുന്നത്ര വൃത്തിയായി വയ്ക്കാൻ ശീലിക്കണം. പരിസരവും
വൃത്തിയായിരിക്കണം. മുറ്റത്തും പരിസരത്തും തുപ്പരുത്. ചപ്പുചവറുകളും മാലിന്യങ്ങളും പ്രത്യേകമായി തീർത്ത കുഴികളിലോ തൊട്ടികളിലോ നിക്ഷേപിക്കണം. നാം നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശുചിയായി വെക്കണം. അപ്പോൾ ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് കൂടിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഷംവീൽ, മുഹമ്മദ് ഷംവീൽ. ഷംവീലെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഷംവീൽ വായിച്ചു. ഷംവീൽ കേൾക്കുന്നില്ല. ഷംവീലെ രാജ്യത്തിലെ രാജാവായിരുന്നു നളൻ. ഒരു ആരോഗ്യവും സൗന്ദര്യവും പഠിപ്പും അറിവും വീര്യവും പുരുഷനായിരുന്നു. പുരുഷൻ തികത്ത ഒരു പുരുഷൻ നളനെ പോലെ വേറെ ഇല്ലായിരുന്നു. സുന്ദരിയും സുശീലയുമായ ദമയന്തി എന്ന രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു. നളന്റെ മരണം കൊണ്ട് ആ നാട്ടിൽ ദുരിതങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുഖമായി ഇരിക്കുന്ന കാലത്താണ് കലി എന്ന ദുഷ്ടദേവനെ നളനോട് അസൂയ തോന്നിയത്. കലി അധർമ്മത്തിന്റെയും അനീതിയുടെയും അയാൾ നളനെ മേൽ പ്രവേശിക്കാൻ കാത്തു നടന്നു. പക്ഷേ നളന് തന്റെ ശരീരം എല്ലായ്പ്പോഴും ശുചിയായി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് കലിക്ക് ഒരിക്കലും അത് സാധിച്ചില്ല. ഈ ദിവസം വന്ദനത്തിന് കഴുകിയ സമയം തിടുക്കത്തിൽ, അതായത് വേഗത്തിൽ തേച്ചു കഴുകാൻ മറന്നുപോയി. ആ കാലഘട്ടത്തിലെ ദുഷ്ടനായ കലി നളനെ ബാധിച്ചു. അതോടെ നളന്റെ സ്വഭാവം മാറി. രാജാവും രാജ്യവും ഭാര്യയെയും
ഭാര്യയെ പോലെ കാട്ടിൽ ഉപേക്ഷിച്ചു അയാൾ ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. ഒടുവിൽ കോടൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റു ദേഹം പോലും വിരൂപമായി വികൃതമായി. പിന്നെ വളരെ കാലം കഴിഞ്ഞ് കലിബാധ അകന്നത്. അതോടെ ഭാര്യയെ തിരിച്ചു കിട്ടി. രാജാവും സ്വന്തമായി. രാജാവല്ല രാജ്യവും. സ്വന്തമായി. ജീവിതത്തിൽ അല്പം വീട്ടരുത്തിയത് കൊണ്ടാണ് നളന് ശ്രദ്ധിക്കാതിരുന്നാൽ മഹാന്മാർ പോലും ആപത്ത് പിണയുമെന്ന് നളന്റെ കഥയിൽ മനസ്സിലായില്ലേ? നമ്മളെല്ലാം ശുചിത്വം പാലിക്കേണ്ടവരാണ്. എങ്ങനെയാണ് നാം ചോദിക്കുന്നത്? എങ്ങനെ അഴുക്കിൽ തൊടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ചുറ്റുപാടും പലവിധ പടലങ്ങളും അഴുക്കും നിറഞ്ഞതാണ്. എങ്കിലും മുറ്റത്തും തൊടിയിലും റോഡിലും കളിസ്ഥലത്തിലും എല്ലാം പെരുമാറാതിരിക്കാൻ നമുക്ക് പറ്റുമോ? റോഡുകളിലുള്ള കാനകളിലും കുപ്പക്കൂനകളിലും ചെളി നിറഞ്ഞ ഇടവഴികളിലുമെല്ലാം അനേകം സാംക്രമിക രോഗങ്ങളുടെ എന്ന് പറഞ്ഞാല് പകർച്ചവ്യാധികളുടെ അണുക്കൾ പതിയിരിപ്പുണ്ട്. ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കോളറ പകരുന്നത് ഇങ്ങനെയാണ്. പകരാതിരിക്കാൻ നാം ഈ രോഗബീജങ്ങളെ അകറ്റി ശരീരം വസ്ത്രങ്ങളും വെടിപ്പായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശരീരം മനസ്സും
ശീലിക്കണം. മറ്റുള്ള പരിസരവും തുപ്പരുത്. പരിസരത്ത് തുപ്പരുത്. ചപ്പ് ചവറുകൾ മാലിന്യങ്ങളും പ്രത്യേകമായി കുഴിയിലോ കുഴികളിലോ തൊട്ടികളിലോ നിക്ഷേപിക്കണം. നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശുചിയായി വെക്കണം. അപ്പോൾ ഒരു രോഗവും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. നെക്സ്റ്റ് സൂര്യദേവൻ ആരാ? ഞാനാരാ? ഓക്കെ, ഇപ്പൊ ആരാ ഞാൻ വായിക്കാൻ പറഞ്ഞേ? ക്രിസ്റ്റിയാണോ? ഷെഫിയാ? ഓക്കെ ഷെഫി, സ്റ്റാർട്ട് ചെയ്തോ. സൂര്യദേവനെ വായിപ്പിക്കാം. പാഠം 7. ശുചിത്വത്തിന്റെ വില. നിഷേധ രാജ്യത്തിലെ രാജാവായിരുന്നു നളൻ. ആരോഗ്യവും സൗന്ദര്യവും പഠിപ്പും അറിവും വീര്യവും തികഞ്ഞ ഒരു പുരുഷൻ നളനെ പോലെ വേറെ ഇല്ലായിരുന്നു. സുന്ദരിയും സുശീലയുമായ ദമയന്തി എന്ന രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു. നളന്റെ നന്മ കൊണ്ട് ആ നാട്ടിൽ ദാരിദ്ര്യമോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുഖമായിരിക്കുന്ന കാലത്താണ് കലി എന്ന ദുഷ്ടദേവന് നളനോട് അസൂയ തോന്നിയത്. കലി അധർമ്മത്തിന്റെയും അനീതിയുടെയും നാഥനായിരുന്നു. അയാൾ നളന്റെ മേൽ കാത്തു നടന്നു. പക്ഷെ നളൻ തന്റെ ശരീരം എല്ലായ്പ്പോഴും ശുചിയായി സൂക്ഷിച്ചിരുന്നതുകൊണ്ട് കലിക്ക് ഒരിക്കലും അത് സാധിച്ചില്ല. ഒരു ദിവസം സന്ധ്യാവന്ദനത്തിനു കാൽ കഴുകിയ സമയം തിടുക്കത്തിൽ പുറംകാൽ തേച്ചു കഴുകാൻ മറന്നുപോയി. വൃത്തിയില്ലാത്ത ആ കാൽ മടമ്പിലൂടെ ദുഷ്ടനായ കലി നളനെ ബാധിച്ചു. അതോടെ നളന്റെ സ്വഭാവം മാറി. ചൂതുകളിയിൽ രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ടു. സ്നേഹമയിയായ ദമയന്തിയെ പോലും കാട്ടിൽ ഉപേക്ഷിച്ച് അയാൾ ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. ഒടുവിൽ കാർക്കോടകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റു ദേഹം പോലും വിരൂപമായി. പിന്നെ വളരെ കാലം കഴിഞ്ഞാണ് കലിബാധ അകന്നത്. അതോടെ ഭാര്യയെ തിരിച്ചു കിട്ടി, രാജ്യവും സ്വന്തമായി. ശുചിത്വത്തിൽ അല്പം വീഴ്ച വരുത്തിയത് കൊണ്ടാണ് നളൻ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ശുചിത്വത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ മഹാന്മാർക്കു പോലും ആപത്ത് പിണിയുമെന്ന് നളന്റെ കഥയിൽ നിന്ന് മനസ്സിലായില്ലേ? നമ്മളെല്ലാം ശുചിത്വം പാലിക്കേണ്ടവരാണ്. എങ്ങനെ? അഴുക്കിൽ തൊടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുകൾ പലവിധ പൊടിപടലങ്ങളും അഴുക്കും നിറഞ്ഞതാണ്. എങ്കിലും മുറ്റത്തും തൊടിയിലും റോട്ടിലും കളിസ്ഥലത്തുമെല്ലാം പെരുമാറാതിരിക്കാൻ നമുക്ക് പറ്റുമോ? റോഡരികിലുള്ള കാനകളിലും കുപ്പക്കൂനുകളിലും ചെളി നിറഞ്ഞ ഇടവഴികളിലെല്ലാം അനേകം സാംക്രമിക രോഗങ്ങളുടെ അണുക്കൾ പതിയിരിപ്പുണ്ട്. ടൈഫോയിഡ്, വസൂരി, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ മഹാരോഗങ്ങൾ പകരുന്നത് ഇങ്ങനെയാണ്.
അവ പകരാതിരിക്കാൻ നാം ഈ രോഗബീജങ്ങളെ അകറ്റി നിർത്തണം. ശരീരവും വസ്ത്രങ്ങളും വെടിപ്പായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശരീരം ശുദ്ധമാകുമ്പോൾ മനസ്സിനും ശുദ്ധി തോന്നും. ശരീരം മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കഴിയുന്നത്ര വൃത്തിയായി വെക്കാൻ ശീലിക്കണം. പരിസരവും വൃത്തിയായിരിക്കണം. മുറ്റത്തും പരിസരത്തും തുപ്പരുത്. ചപ്പുചവറുകളും മാലിന്യങ്ങളും പ്രത്യേകമായി തീർത്ത കുഴികളിലോ തൊട്ടികളിലോ നിക്ഷേപിക്കണം. നാം നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശുചിയാക്കി വെക്കണം. അപ്പോൾ ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് കൂടിക്കൊള്ളുകയുള്ളൂ. ഓക്കെ, മോള് നല്ലപോലെ വായിച്ചിട്ടുണ്ടല്ലേ? സൂപ്പറായി വായിച്ചു. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാൻ വായിക്കാം. ഓക്കെ, ആരാ? ക്രിസ്റ്റി സിൻഡോ ആണോ? ഞാൻ. ഓക്കെ, Yes. വായിച്ചോ. ശുചിത്വത്തിന്റെ വില. നിശബ്ദതയിലെ രാജാവായിരുന്നു നാളൻ. ആരോഗ്യവും സൗന്ദര്യവും പഠിപ്പും അറിവും ധീര്യവും തിങ്ങിയ ഒരു പുരുഷൻ നാളനെ പോലെ വേറെ ആരുമില്ലായിരുന്നു. സുന്ദരിയും സുശീലയുമായ ദമയന്തി എന്ന രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു. നാളൻ കൊണ്ട് ആ നാട്ടിൽ ദാരിദ്ര്യമോ ദുരിതമോ ഉണ്ടായിരുന്നില്ല. സുഖമായിരിക്കുന്ന കാലത്ത് കലി എന്ന ദുഷ്ടദേവൻ നാളനോട് അസൂയ തോന്നി. അധർമ്മത്തിന്റെ അനീതിയുടെ നാഥനായിരുന്നു. അയാൾ നളന്റെ മേൽ പ്രവേശിക്കാൻ കാത്തു നടന്നു. പക്ഷെ നളൻ തന്റെ ശരീരം എല്ലായ്പ്പോഴും ശുചിയായി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് കലിക്ക് ഒരിക്കലും സാധിച്ചില്ല. ഒരു ദിവസം സന്ധ്യാവന്ദനത്തിനു കാൽ കഴുകിയ സമയം തിടുക്കത്തിൽ പുറംകാൽ തേച്ചു കഴുകാൻ മറന്നുപോയി. വൃത്തിയില്ലാത്ത ആ കാൽമടമ്പിലൂടെ ദുഷ്ടനായ കലി നളനെ ബാധിച്ചു. അതോടെ നളന്റെ സ്വഭാവം മാറി. തൂതുകളിൽ രാജ്യവും സമ്പത്തും നഷ്ടമായി. സ്നേഹമായ ദമയന്തിയെ അയാൾ ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. ഒടുവിൽ കർക്കോടൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റു അദ്ദേഹം പോലും വിരൂപമായി. പിന്നെ വളരെ കാലം കഴിഞ്ഞപ്പോൾ കലിബാധ അകന്നത്. അതോടെ ഭാര്യയും രാജ്യവും സമ്പത്തുമായി. ശുചിത്വത്തിൽ അല്പം വീഴ്ച വരുത്തിയതുകൊണ്ടാണ് നളൻ ഇത്രയൊക്കെ അനുഭവിച്ചത്. അത് പണിയുടെ മേൽ നിന്ന് മനസ്സിലായില്ലേ? നമ്മളെല്ലാം ശുചിത്വം പാലിക്കേണ്ടവരാണ്.
എങ്ങനെ 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 ചോദിക്കുന്നത്? അപ്പൊ അഴുക്കിലും പൊടിയിലും അഴുക്കിലും പൊടിയിലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാടുകളും പലവിധ പൊടിപടങ്ങളും അഴുക്കും നിറഞ്ഞതാണ്. എങ്കിലും മുറ്റവും തോടിയിലും റോഡിലും കളിസ്ഥലങ്ങളിലും പെരുമാറാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഓക്കെ മോനെ. അടുത്ത സെബ ഒന്ന് വായിച്ചേ. സെബ ഒന്ന് വായിച്ചേ മോളെ. അവിടുന്ന് അങ്ങോട്ട്. നമ്മുടെ സമയം കഴിയാറായി. കുറെ കുട്ടികൾ വായിക്കാനുണ്ട്. പാഠം 7 അവിടുന്ന് അങ്ങോട്ട് വായിക്കുമ്പോളെ ക്രിസ്റ്റീസിന്റെ വായിച്ച് നിർത്തിയെടുത്ത് അങ്ങോട്ട് വായിച്ചേ. സെബ റോഡരികിലുള്ള കാനകളിലും അത് മുതൽ സ്റ്റാർട്ട് ചെയ്തേ സെബ. റോഡരികിലുള്ള കാനകളിലും കുപ്പക്കൂനകളിലും ചെളി നിറഞ്ഞ ഇടവഴികളിലുമെല്ലാം അനേകം സാംക്രമിക രോഗങ്ങളുടെ അണുക്കൾ പതിയിരിപ്പുണ്ട്. ടൈഫോയിഡ്, വസൂരി, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ മഹാരോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ്? അവ പകരാതിരിക്കാൻ സേബ പോയോ? കേൾക്കുന്നില്ല സേബ. രോഗബീജങ്ങളെ അകറ്റി നിർത്തണം. ശരീരവും വസ്ത്രങ്ങളും വെടിപ്പായി സൂക്ഷിക്കുക എന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശരീരം ശുദ്ധമാകുമ്പോൾ മനസ്സിനും ശുദ്ധി തോന്നും. ശരീരം മാത്രമല്ല, നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കഴിയുന്നതത്ര വൃത്തിയായി വയ്ക്കാൻ ശീലിക്കണം. പരിസരവും വൃത്തിയായിരിക്കണം. മുറ്റത്തും പരിസരത്തും തുപ്പരുത്. ചപ്പുചവറുകളും മാലിന്യങ്ങളും പ്രത്യേകമായി തീർത്ത കുഴികളിലോ തൊട്ടികളിലോ നിക്ഷേപിക്കണം. നാം നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശുചിയാക്കി വയ്ക്കണം. അപ്പോൾ ഒരു രോഗത്തിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുകയുള്ളൂ. ഓക്കെ, അപ്പൊ കുറെ കുട്ടികൾ വായിക്കാതെയുണ്ട്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇത് വായിച്ച് നല്ലപോലെ വായിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിന് അയച്ചു തരുക. ഓക്കെ, അപ്പൊ വായിക്കുന്നത് നല്ല വൃത്തിയായി, അതായത് ആദ്യം വായിക്കുന്നത് നിങ്ങൾ ഇടണ്ട, നല്ല ക്ലിയർ ഉള്ളത് ഓഡിയോ ക്ലിപ്പ് വായിച്ചവരും കേട്ടോ. എല്ലാ കുട്ടികളും വായിക്കണം. വായിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ലപോലെ വായിക്കുന്നുണ്ട്. അപ്പൊ എന്താ മോളെ? ഗ്രൂപ്പിലിട്ടോ? അപ്പൊ നമ്മൾ മത്സരിച്ചയക്കും, എല്ലാരും കാണുമല്ലോ കേട്ടോ. ഗ്രൂപ്പിലാണോ ഇടണ്ടേ? ഗ്രൂപ്പിലിട്ടോ? എനിക്ക് രാവിലെ ഇടാൻ പറ്റില്ല. ഏത്?